കനത്ത പുകമഞ്ഞിലും മലിനീകരണത്തിലും മുങ്ങിയിരിക്കുകയാണ് ഡൽഹി. വായു നിലവാരം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മൂടൽമഞ്ഞ് വിമാന സർവീസുകളെയും ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തെ വലയ്ക്കുന്ന വായുമലിനീകരണം, ഒപ്പം കൊടും തണുപ്പും. ഡൽഹിയിൽ വായുമലിനീകരണം അപകടകരമായ നിലയിൽ തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. തലസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ ഇപ്പോൾ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. മാത്രമല്ല, ഈ നിർദ്ദേശം ലംഘിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വൻതുക പിഴ ഈടാക്കാനും സർക്കാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ പകുതി ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പരിസ്ഥിതി മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡുകളെയും നിയോഗിച്ചു. റോഡുകളിലെ വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിലൂടെ മലിനീകരണം നിയന്ത്രിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അവശ്യ സേവനങ്ങൾ നൽകുന്ന ഓഫീസുകൾക്ക് ഈ നിയന്ത്രണത്തിൽ ഇളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അന്തരീക്ഷത്തിലെ വായു ഗുണനിലവാര സൂചിക അതിതീവ്ര വിഭാഗത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ ട്രക്കുകൾ പ്രവേശിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേരത്തെ തന്നെ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ആനന്ദ് വിഹാറിൽ വായു ഗുണനിലവാര സൂചിക 341 ITOയിൽ 360 രേഖപ്പെടുത്തി കഴിഞ്ഞു. കുട്ടികൾക്കും പ്രായമാർക്കും ശ്വാസസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഡൽഹിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വായുമലിനീകരണം മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ദേശീയ തലസ്ഥാനം കനത്ത പുകമഞ്ഞിലും മലിനീകരണത്തിലും മുങ്ങിയിരിക്കുകയാണെന്നാണ് കണക്കുകൾ. രാവിലെകളിൽ ദൃശ്യപരത കുറഞ്ഞതോടെ നഗരത്തിലെ ജനജീവിതം ദുസ്സഹമായി. കാഴ്ചമറയ്ക്കുന്ന മൂടൽമഞ്ഞ് വിമാന സർവീസുകളെയും ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.